വെള്ളിയാഴ്ച ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് നെയ്ച്ചോറ് ഇറച്ചിക്കറി ആക്കാന്ന്. രാവിലെ ചോറും സാമ്പാറും ഒക്കെ വെച്ചായിരുന്നു. അങ്ങനെ ഇക്കാ പോയി ചിക്കൻ കറിക്കുള്ള ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ നെയ്ച്ചോറ് വെക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. ഉമ്മ അവിടെ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് കുറച്ചേ വെച്ചുള്ളായിരുന്നു, കാരണം രാവിലെ ഉമ്മി ചോറും സാമ്പാറും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് ഞാൻ വെക്കാറ്. എനിക്ക് കുക്കറിൽ ഇറച്ചിക്കറി വെക്കാൻ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ വേവൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വേപ്പിലേക്ക് ഇട്ട് വേപ്പിലിടുമ്പോഴത്തേക്ക് ഞാനങ്ങ് മാറിയിരിക്കും. ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് മേത്തോട്ട് ഞാൻ വെക്കുന്ന രീതിയാണിത്. എല്ലാവരും ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ സവാള ഒക്കെ ഇട്ട് കൊടുത്ത്, സവാള മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ. സവാള ഇട്ട് കുറച്ച് ഗോൾഡൻ കളർ ആവുന്ന വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വേകും. അങ്ങനെ ഗോൾഡൻ കളർ ആയപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചതച്ച് ഇട്ട് കൊടുത്തു. ആ സമയത്ത് ഇച്ചു കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഉമ്മ പുറത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ അത് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തായിരുന്നു. തക്കാളിയും ഇതെല്ലാം കൂടെ വേകുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അതവിടെ വേവാനായിട്ട് വെച്ചിട്ട് ഞാൻ കുക്കർ ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കർ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നെയ്ച്ചോറൊക്കെ നല്ല രീതിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് വേവിൽ കിട്ടിയായിരുന്നു. എനിക്ക് അങ്ങനെ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് വേവിൽ കിട്ടത്തില്ല. അങ്ങനെ ഇറച്ചിക്കറിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ടൈമായി. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചൊരു പാത്രത്തിനകത്താക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ അത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം കളഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും. അങ്ങനെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും 2 വിസിൽ വന്നപ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുളിച്ച് വന്നപ്പോഴത്തേക്കും ഇച്ചു ഉമ്മയും വന്നായിരുന്നു. ഞാൻ കുളിച്ച് വന്നപ്പോൾ തന്നെ ഇച്ചു ഓടി വന്ന് ഞാൻ വെച്ച് ഷാമ്പൂ കണ്ടീഷണറൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തക്കം പാത്ത് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് ഇച്ചുമായിട്ട് ഇടിവെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇറച്ചിക്കറിയൊക്കെ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചുവിനാണ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ കരച്ചിൽ. ഇന്നലെ ഫ്രിഡ്ജിൽ എന്തോ വാങ്ങിച്ച് വെച്ചൊരു മാംഗോ ബാർ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനും ഇച്ചും കൂടി ഇടി വെച്ച് കഴിച്ച്. അവൻ എന്ത് തിന്നാൻ കൊടുത്താലും ഞാനുമായിട്ട് ഇടി വെക്കും. ഇപ്പം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ ബാർ ഫുള്ളായിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം. കൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇറ്റിച്ച് നാശമാക്കും. പിന്നെ ഞാൻ എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലോട്ട്. ആ സമയം കൊണ്ട് ഉമ്മ പപ്പടമൊക്കെ കാച്ചുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇക്കയൊക്കെ ചുമ്മാ കഴിഞ്ഞ് വന്ന് ഇറച്ചിക്കറിയും ചോറും പപ്പടമൊക്കെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല, എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.